ഒരു ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂൾ ചമ്പക്കാട്. കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വ. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. നമ്മുടെ കൂടുന്നത് എക്സ്പൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കവർ ചെയ്യാനുണ്ട്. എവിടേക്കൊക്കെയാണെന്നുള്ളത് വണ്ടിയിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇപ്പം ഞാൻ കറൻ്റ് പൊള്ളാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. അതായത് ഇന്നലെ രാത്രി തൃശ്ശൂരിൽ നിന്ന് തിരിച്ച. സാധാരണ നമ്മളൊരു ഇത് മെയിനായിട്ട് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു റൗണ്ട് ട്രിപ്പ് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാനല്ല, ബാക്കിൽ കുട്ടി വരുന്നുണ്ട്, അവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ അതിരപ്പള്ളി ടു മലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി ടു തൃശ്ശൂർ അങ്ങനെയാണ് വരാറ്. ഇത് നമ്മൾ ഒന്നുകൂടി ലോങ് ആയിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അതായത് തൃശ്ശൂർ, പൊള്ളാച്ചി, അവിടുന്ന് പിന്നെ മറയൂർ, മൂന്നാർ, അങ്ങനെ പിന്നെ അങ്കമാലി കൂടി തൃശ്ശൂർ, വീണ്ടും റിട്ടേൺ, അങ്ങനെ വലിയൊരു റൗണ്ട് ട്രിപ്പ്, വൺ ഡേ ട്രിപ്പ് പോലെയാണ് പ്ലാൻ ചെയ്യണത്. അപ്പം നമുക്ക് പോകുമ്പോഴുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മളിപ്പോഴേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മല കാണാൻ പറ്റും കേട്ടോ. നമുക്ക് കുറച്ച് ഫോഗൊക്കെ ആയിട്ട് മൂടിക്കെടുക്കണോണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ. ഇപ്പം അതേ ക്ലിയർ ആയി തുടങ്ങിയിട്ട് കേട്ടോ. ഒരു വോൾ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയാൽ അപ്പുറത്തേക്ക് വേറൊരു സാമ്രാജ്യം, ഇപ്പുറത്ത് വേറൊരു സാമ്രാജ്യം. മോർണിംഗ് അല്ലേ, മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ആ മോർണിംഗിലത്തെ ആ ഒരു സുഖമുള്ള ഒരു തണുപ്പുണ്ടല്ലോ, ആ ഒരു തണുപ്പുണ്ട്. നല്ല നല്ല അടിപൊളി എന്താ പറയുക, ഒരുപാട് തെങ്ങിൻ തോട്ടങ്ങള്. ഇങ്ങനെയുണ്ടോ ഒരേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരേ പ്ലേസുകൾ കിട്ടണുണ്ട്. എന്തൊരു രസമാണ് നോക്കി. ഒരു കവല എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാനുള്ളത് ആ വഴിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ തന്നെ അതെ ഒരുപാട് തെങ്ങും പറമ്പുകൾ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ മോർണിംഗ് തന്നെ ഈ സൂര്യത്തിൻ്റെ വിളിച്ചടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഫീൽ അറിയാവുള്ളൂ കേട്ടോ. പ്രത്യേക ലാൻഡ്സ്കേപ്പ് തന്നെ കേട്ടോ. അവിടെ കുട്ടി എന്തൊക്കെയോ അക്രമം കാട്ടുന്നുണ്ട്. ഒരു ചെക്ക് പോസ്റ്റ് ആണ് കേട്ടത്. ഇതാണ് ആനമലൈ ടൈഗർ റിസർവ് എന്ന് പറയണത്. ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിർത്തും. ബൈക്കൊക്കെ ആകുമ്പോൾ 20 രൂപ കൊണ്ടാണ് പറയണത്. വന്ന പാടെ തന്നെ ഇവിടുത്തെ സാറും ഈ വണ്ടിക്കാരും തമ്മിൽ ചുട്ടടിയാണ്. എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. അവർ തമ്മിലിപ്പോൾ യുദ്ധമായിട്ടാ. പ്രശ്നമൊന്നും തോന്നുന്നുണ്ട്, എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. നമ്മൾ പെട്ടോ ആകെ ആ വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളൂ. അയാളൊരു നല്ല മനസ്സായതുകൊണ്ട് അയാൾ ഒതുക്കി എന്താ കുറച്ചെങ്കിലും. നമ്മളെ റോഡ് ചെറുതായി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അയ്യോ അതിരപ്പള്ളി, വാൽപ്പാറ, ആ മലക്കപ്പാറ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റൂട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വരണത്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കി നോക്കാം. അതിരപ്പള്ളി റൂട്ട് എന്നൊക്കെ പറയുമ്പോൾ കൊടുങ്കാടാണ്. ഇതും അതേപോലൊക്കെ തന്നെ ഒരു കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റിലൂടെയുള്ള ഒരു യാത്ര എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇറ്റ്സ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം എഫക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭയാനക കേട്ടോ.
പേടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നോക്കുമ്പോൾ തന്നെ ജസ്റ്റ് കാണിച്ചു തരാം. അയ്യോ വാവ് ബ്യൂട്ടിഫുൾ. എന്നുള്ളത് നോക്കാതെ അടുത്ത ചെക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ആ യെസ്, അതെ, നിർത്തിച്ചു. യെസ്, അപ്പം നമ്മളിപ്പോൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞത് മറയൂർക്ക് പോകാനുള്ള എൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ആയിരുന്നു അത്. പോലീസുകാരനോട് ചോദിച്ച ഒരു ഇതിൽ ആള് നമ്മളെടുത്ത് പറഞ്ഞത് 15 കിലോമീറ്റർ അങ്ങോട്ടാണ് ഇവിടുന്ന് മറയൂർക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂൾ ചെമ്പക്കാട്. അയ്യോ റോഡ് നോക്കി നിങ്ങൾ. പ്രൊട്ടക്റ്റ് ദ നേച്ചർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നേച്ചർ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക. കുപ്പികളും കാര്യങ്ങളൊന്നും വലിച്ചെറിയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അത്. ജസ്റ്റ് ഒന്നും കൂടി ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കി ആ കാടിൻ്റെ ആ ഒരു ഡീപ്പ് കണ്ടില്ലേ? ഒരു മല ഇവിടെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ബാക്കിക്ക്, അതായത് ഇങ്ങനെ ഇത് ചെറുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള അതിനേലും കുറച്ച് വലുത് അതിനേലും കുറച്ച് വലുത്, അങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടിങ്ങനെ പോകാൻ പറ്റും കേട്ടോ. ഞാൻ കുറച്ച് ഫോണിൽ എടുത്തരാം വീഡിയോസ്. ഇതിൽ തന്നെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും കേട്ടോ. നോക്കിയാൽ ആ സൂര്യൻ്റെ ആ ഒരു വെളിച്ചം ഇങ്ങനെ അടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന നോക്കി, അതിൻ്റെ ഒരു ഷെയ്ഡ് കാണാൻ പറ്റുന്നില്ലേ? കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനുള്ള പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വലിയൊരു ആമനൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് എടുക്കാം, മറയൂർ ഹോം സ്റ്റേ. കരിമുട്ടി ഫോൾസ്. അപ്പോൾ ഇതാണ് കരിമുട്ടി ഫോൾസ് എന്നാട്ടോ അപ്പോൾ ഇതിൻ്റെ പേരുന്നു. അപ്പോൾ അടുത്ത് കഴിഞ്ഞ് നമുക്ക് ബാഗ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഹോം സ്റ്റേ ഒക്കെ പിടിച്ചിട്ട് മൊത്തം ഓഫ് റോഡാ കേറിയിട്ട് വന്നാലെന്നാ. ഈ ഒരു കാറ്റ് എന്ന് പറയണത് കുറച്ച് സീനാണെന്നാണ് അവർ പറഞ്ഞത്. അതായത് അവിടെ ഏറ്റവും എൻഡിൽ ഓഫ് റോഡൊന്ന് കാലെത്തൂല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം എന്താണെന്നുള്ളത് ഒന്ന് നോക്കി നോക്കണമല്ലോ. പക്ഷെ ഇവിടുന്ന് ഇപ്പം ഞാൻ നിലത്ത് കിറക്കണ്ടേ? അതിനുള്ള വഴി ആദ്യം നോക്കട്ടെ. ബെസ്റ്റായിരുന്നു. ഇങ്ങനെ ഇറക്കലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പാണ് കെട്ടിമറിഞ്ഞ് വീഴും. അയ്യോ ടാസ്ക് പരിപാടിട്ടാ. എന്തായാലും കൊള്ളാം. കൊള്ളാം, പേട്ട സാധനം. വീണൊന്നുമില്ല. നമ്മളാരാ പോൻ?
നമുക്ക് അത് മേലെ കണ്ട് കയറി പോയായിരുന്നു കേട്ടോ. പെട്ട റോഡ് ഉണ്ട്. അതെല്ലേ സീന. അപ്പോ ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ ഗൈസ്. ദേ ഇവിടെ നോക്കി നോക്കാം. പോവായിട്ടാ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ ബ്രോ ബൈ. നമ്മളിതേ ഓൾമോസ്റ്റ് മറയൂരെത്തി. ഇവിടെ കിട്ടാണ്ടാണ് സ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല വണ്ടി ശുഭന്മാരെന്തിയെ. അപ്പോൾ ഇതാണ് കേട്ടോ മറയൂർ ഹോളിഡേയ്സ്. ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വണ്ടി എന്തായാലും പാർക്ക് ചെയ്തിട്ട് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നോക്കി നോക്കാം. ദെൻ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോകാട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് തങ്ങാൻ വേണ്ടി പോണത്. ഒരാൾക്ക് ഇവിടെ 350 രൂപയാണ്. നമുക്ക് ഇതുപോലത്തെ ഇങ്ങനെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സുഖമായിട്ട്, അതായത് ചീപ്പായിട്ട് തന്നെ നമുക്കിവിടെ സുഖമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാൻ പറ്റും. അത്യാവശ്യം അടിപൊളിയാണ്. അതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടില്ലേ ഇങ്ങനെയാണ് ഇനി സെറ്റപ്പ്. അതെല്ലേ അങ്ങനെ നമ്മളിത് ലഗേജും കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിൽ വെച്ച് ഇരച്ചിൽപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂ പോയിന്റ് ഉണ്ടോ നിങ്ങള്? മോനെ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം കേട്ടോ. കിടിലം വാട്ടർഫാൾസ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഫേമസ് ആയിട്ടുള്ള ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ്. ഏകദേശം ഒരു 300 അടിയോളം മുകളിൽ നിന്നാട്ടോ അപ്പോൾ ഈ വെള്ളം വീഴുന്നുണ്ടാവുക. അപ്പോൾ ആ വലിയ മലയുടെ മുകളിലേക്ക് പോകാനാട്ടപ്പോൾ പോണത് നമ്മൾ. ഒരു വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴാണ് റൈറ്റ് എടുക്കണത് എപ്പോഴാണ് ലെഫ്റ്റ് എടുക്കണത് ഒന്നും അറിയില്ല. ഇവന് പിന്നെ ഐഡിയ ഉള്ളതുകൊണ്ട് ഇപ്പം നേരെ എടുക്കണു, ഇവൻ്റെ പിന്നാലെ പോണു. ടാസ്കാലോ
വണ്ടി ഓഫ് ആവരുതെന്നല്ലേ? അപ്പൊ നമുക്കും പോവാം. ചെറിയൊരു ഓഫ് റോഡാണ്, എന്താവുന്നുള്ളത് കണ്ടറിയാവുന്ന. വായ പോവാ. അയ്യോ കുറച്ച് പണിയാട്ടത്. അവര് പിന്നെ ഡബിളും കൂടിയാന്ന്. ഓശൂ എവിടെയാണോ? സംഭവം കൊള്ളട്ടാ. ചെറിയൊരു ഓഫ് റോഡ് ആണെങ്കിൽ നല്ല രസമുണ്ട്. നമ്മളിത് നമ്മളെ ബൈക്ക് കാര്യങ്ങളൊക്കെ ഇതേ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് ഇതേ ബൈക്ക് ഇപ്പോൾ തൽക്കാലത്തിന് കയറ്റാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് സീനാക്കുന്നതാണ് പറയണത്. അതുപോലെ ഇതിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തെടുത്തിട്ട് ഫൈൻ അടിച്ച് തരുന്നതാണ് പറയണത്. അത് കാരണം നമ്മളിപ്പോൾ തൽക്കാലം നടന്ന് കയറുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ പോയിട്ടുള്ള വ്യൂ എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. കുറച്ചുണ്ട് കയറാൻ. അപ്പോൾ അത് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ നടന്ന് വന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇത് ഇവിടെ നമുക്ക് കുറച്ച് മുനിയറ കാണാൻ പറ്റും കേട്ടോ. ഒന്നും കൂടി എടുത്തെത്തിയിട്ട് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ കൊള്ളാം. അടിപൊളിയുണ്ടല്ലേ? ഇപ്പം നമ്മൾ മുന്നം കണ്ട പോലത്തെ ഒരു മുനിയറല്ല ഇവിടെ. ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസിലടക്കമുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇതെവിടെ അവർ പ്രൊട്ടക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, വേലിയൊക്കെ കെട്ടിയിട്ട്. യെസ്, മറയൂർ. ഇതാണ് കേട്ടോ മറയൂരത്തെ. അതായത് കേരളത്തിൽ ആകെ കൂടി ഒന്നേ ഉള്ളൂ മറയൂരത്തെ ഫേമസ് ആയിട്ടുള്ള ചന്ദനം നിൽക്കുന്ന സ്ഥലം. പിന്നെ മറയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലവും ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ശിലായുഗ കാലത്തുണ്ടല്ലോ, ആ ഒരു കാലത്തെ ആൾക്കാർ കല്ലുകൊണ്ട് തീ ഉണ്ടാക്കുക അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഈ ഒരു സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്നായിരുന്നു. പിന്നീട് എന്തോ ഒരു വാറോ അതിന് ശേഷം പിന്നെ തമിഴ്നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ ഇവിടേക്ക് പലായനം ചെയ്തു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആൾക്കാരും കേരളത്തിലെ ആൾക്കാരും കൂടിയിട്ട് കുറച്ച് മിക്സ് ആയിട്ടാണ് നമുക്കിവിടെ കൂടുതലും കാണപ്പെടുന്നത്. അങ്ങനെ അവർ വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു 5 സ്ഥലം തന്നെ ഉണ്ടായത്. അതായത് മറയൂർ എന്ന് പറഞ്ഞ സ്ഥലം 42 കിലോമീറ്ററോ എത്രാണ്ട് കിലോമീറ്റർ ഇങ്ങനെ വിസ്തീരിച്ച് കിടക്കുന്ന ഒരു വലിയൊരു വില്ലേജാണ് മറയൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് അല്ലേ നോക്കി. അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള 5 സ്ഥലങ്ങള് കാന്തല്ലൂര്, അതേപോലെ തന്നെ കൊട്ടകുടി, കീഴാന്തൂര്, കരയൂര്, പിന്നെ നമ്മുടെ മറയൂരും. അങ്ങനെ ഒരു 5 സ്ഥലങ്ങളാണ് ഉണ്ടായി വന്നത്. ഏതാ വ്യൂ നോക്ക്.
അതാണ് ഇവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയാനുള്ളത്. പിന്നെ ഇവിടെ തന്നെ ഈ മറയൂർ തന്നെ ഒരുപാട് ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കൊത്തിവെക്കും, കല്ലുകൊണ്ടൊക്കെ കൊത്തിവെക്കും, ചിത്രങ്ങളൊക്കെ വരച്ച് വെക്കും. അപ്പം അന്നത്തെ ആൾക്കാർ മെയിനായിട്ട് വരച്ചേർന്നതെന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ ചിത്രങ്ങളും അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ ചിത്രങ്ങൾ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അന്ന് അവർ കൂടുതലും കാണപ്പെടുന്നത് അതൊക്കെയാണ് കൂടുതലും കാണപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് റോക്ക് പെയിൻറ്റിങ് നമ്മളിവിടെ മറയൂർ ഉണ്ട്. പണ്ടത്തെ ചോള രാജാക്കന്മാർ ആ ഒരു ടൈമിലൊക്കെ പണ്ടത്തെ ആൾക്കാർ ഇവിടെ മറഞ്ഞിരുന്നിട്ട് ആൾക്കാരെ കൊള്ളയടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയും മറഞ്ഞിരിക്കുന്നവരെ ഊര്, മറയൂര്, അങ്ങനെയും ഇവിടെ ആൾക്കാർ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് നോക്കിയേ. വാവ്, കണ്ണ് വെട്ടിക്കാതെ വണ്ടി എവിടെയെങ്കിലും പോയി തട്ടാട്ടിരുന്നാ മതി. മറയൂരിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മൂന്നാറായതുകൊണ്ട് അമ്പൂതെന്താ വാഗപുരം വായിക്കാൻ പറ്റിയില്ല, വാഗപുരയിന്ന് അങ്ങനെ എന്താ അങ്ങോട്ടാണ്. എന്തായാലും അടിപൊളിയായിട്ട് കേട്ടോ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മറയൂരിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മൂന്നാർ കിടക്കുന്നത്. അതുകൊണ്ട് മൂന്നാറത്തെ അത്രയും കാഠിന്യത്തിൽ ഇവിടെ ക്ലൈമറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ നമ്മുടെ ആപ്പിൾ പോലെ ചന്ദനത്തിനൊക്കെ വളരാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണപ്പെടുന്നത്. ദെൻ നമ്മളിതേ ഇപ്പോൾ പ്രോപ്പർ മൂന്നാർ ടൗൺ എത്തിയിട്ടാ. നമ്മൾ ഈ മൂന്നാർ ടൗണിൽ നിന്ന് നേരെ നമ്മൾ കയറി വന്ന് മറയൂരിൽ നിന്ന് കയറി വന്ന് നേരെ മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗണിൽ നിന്ന് നേരെ ലക്ഷ്മി എസ്റ്റേറ്റോ അങ്ങനെ ഏതൊരു വഴിയാണ് നമ്മൾ പോകുന്നത്. പെരുമ്പാവൂർ റോട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ റൈറ്റ് സൈഡിലുള്ള റോട്ടിലേക്ക് എടുക്കുകയാണ് ചെയ്ത്, റൈറ്റിലേക്കുള്ള റോട്ടിലേക്ക്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഹിൽ ക്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. വെഹിക്കൽ എമിഷൻ ടെസ്റ്റ് സെൻറ്റർ ഇത് വഴിയാട്ടോ, ഇതുവഴിയാണ് നമ്മളിപ്പോൾ കയറി പോണത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഈ വഴിക്ക് ഉണ്ടെന്നാണ് പറയണത്. നമ്മൾ ചുമ്മാ ഈ വഴിക്ക് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതേപോലെ തന്നെ മൂന്നാർ സെൻട്രലിൽ നിന്ന് വളരെ കുറച്ചുള്ളൂട്ടാണ് ഈ റൂട്ടിലേക്ക്. എങ്കിലും ഈ വഴിയിൽ അങ്ങനെ അധികം ടൂറിസ്റ്റുകാരോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഞങ്ങൾ ഇത്ര നേരം ഇവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു, 2-3 വീഡിയോസ് എടുത്തു. എന്നിട്ടും ഇവിടെ അങ്ങനെ അധികം ടൂറിസ്റ്റുകാർ കാര്യങ്ങളൊന്നും ഈ വഴിക്ക് കയറാനായിട്ട് കണ്ടില്ല. ഈ വഴി അറിയണവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉള്ളൊരു വേറൊരു സ്കൂളിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഒരു UP സ്കൂളാണ്. വാവ്, ഗവൺമെൻറ് UP സ്കൂൾ ലക്ഷ്മി എസ്റ്റേറ്റ്. ഫ്രണ്ടിൽ തന്നെ സൂപ്പറായിട്ടൊരു ഗ്രൗണ്ടും മുകളിൽ നല്ല അസല് തേയിലത്തോട്ടും. ഏതാ വൈബിലെ. അടിപൊളി. നോക്കിയേ, തൊപ്പി ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട് കേട്ടോ ഈ കാണാനുള്ളത് ഒരുമാതിരി. നോക്കിയേ, ശരിക്കും അതെ, നല്ല രസമുണ്ട് ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ കാണാനുള്ള വ്യൂ. ഈ ഭാഗത്തെ തേയില മാത്രം എന്താണ് ഭയങ്കര വൃത്തിയിലെ ഒരു പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ എന്തൊരു ഭംഗി കാണാൻ ഒരുമാതിരി. നോക്കിയേ വ്യൂ, നോക്കിയേ ശരിക്കും ഒരു പായ ഇങ്ങനെ വിരിച്ചിട്ട പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയ കയറ്റിറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്ലൈമറ്റും നല്ല തണുപ്പും നല്ലൊരു വ്യൂവും. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വഴി അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റും. പക്ഷേ നമ്മൾ പോണത് ഡേഞ്ചറാണ്. ഇതിൻ്റെ ഉള്ളിൽ വല്ല പുലിയോ എന്തെങ്കിലും മൃഗങ്ങൾ ഇരിക്കണത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഇവർ നമ്മളെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക.
അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് മാത്രം കയറിയുള്ളൂ. അതാണ് നമുക്ക് സേഫ്. അയ്യവാ ഇറങ്ങിച്ചെല്ലാണ് കണ്ടില്ലേ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക്. ഞാൻ ഈ ഒരു റൂട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എന്താണ് നെക്സ്റ്റ് കിട്ടുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല. ഫുള്ള് കിട്ടണ മൊത്തം അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട്. എന്തായാലും കൊള്ളാട്ടോ. ലക്ഷ്മി എസ്റ്റേറ്റ്. യെസ്, വേറൊരു സൈഡ് നമുക്ക് കാണാൻ പറ്റും. അയ്യോ എന്തൊരു ഭംഗിയല്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഞാൻ ഇന്ത്യയിൽ തന്നെ അല്ലേ, നാടുകളിലൊക്കെ പോയൊരു ഫീല് ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് കാണുമ്പോൾ തന്നെ എന്താ പറയാ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു വ്യൂ എന്ന് കണ്ടില്ലേ. ഞാൻ അടിയിലേക്കൊക്കെ എടുക്കണ്ടേ. ഈ റോഡ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. എന്തായാലും ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത റോഡ്. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. നമുക്ക് പോണ വഴിക്ക് കാണാം. എക്സ്പൾസേ നീ ശരിക്കൊരു മുത്താട്ടാ. അയ്യോ എനിക്കിത് കണ്ടിട്ട് അങ്ങോട്ട് സന്തോഷം അങ്ങോട്ട് നിക്കടില്ല. എന്തിപ്പോ പറയാ. സത്യം എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോഴല്ലേ നമ്മുടെ മറ്റേ ഈ പടത്തിലത്തെ പാട്ടാണ്, ഇടുക്കി ഗോൾഡിലത്തെ ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മറ്റേ മാണിക്യച്ചിറകുള്ള പാട്ട്. ഏതാ ബോർഡ് ശരിക്കും അതേ പാട്ടിനെ, ആ പാട്ടിന്റെ വരികൾ ഓർമ്മല്ലേ കേക്ക്. ഏഹേ കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ, ഇലകൾ കണ്ടേ കായ്കളും, ഹോ തന്തീനം താനേ താനാനേ, തന്തീനം താനിന്നാനേ താനേനോ. എന്താ പറയാ, വേറെ മൂട് പറഞ്ഞ അതിവിടെ വന്നിട്ട് ആസ്വദിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു മൂട് കിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാന്ന് തോന്നില്ല. ടൈഗർ കേവ് എക്കോ ടൂറിസം. ഇവിടെ ടൈഗർ കേവ് എക്കോ ടൂറിസം ഉണ്ട് കേട്ടോ. ഇതൊക്കെ വരുന്ന വഴിയിലാണ്. എന്തായാലും ഈ ഒരു മറയൂര് മൂന്നാറ് ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് ചെയ്യണം തന്നെ ആയിരിക്കും. രണ്ടുപേരും ആസ്വദിച്ച് പോവാ. എന്തേ കണ്ടിട്ട് മതിയാവില്ലേ? കണ്ടിട്ട് മതിയാവില്ലേ? ഇതുപോലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വാൽപ്പാറയിൽ പോകുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നിന്ന് പോണ കുറച്ച് സ്ഥലങ്ങളുണ്ട് വാൽപ്പാറയിലൊക്കെ. അതേപോലെ എന്ത് രസമായിട്ടാണ് ഇവര് ഒതുക്കി വെട്ടി വൃത്തിയിൽ ഇങ്ങനെ വെച്ചേരിക്കണം. നോക്കിയേ ലാസ്റ്റ് ഇതേ ചെറിയൊരു പാലം കിട്ടി. അവിടുന്ന് വരുന്ന വെള്ളമൊക്കെ ഇതേ ഇത് വഴിയായിട്ടാണ് പോണത്. ഇവിടെ എന്തോ കയറാൻ പറ്റും. ടൈഗർ കേവ് വിസിറ്റ്. അവിടെ ഒരു കേവ് ഉണ്ടെന്നാണ് പറയുന്നത്, ടൈഗർ കേവ്. അപ്പോൾ ഇതുവഴി വരുമ്പോൾ ഇവിടെയൊക്കെ കയറുക. നമ്മൾ കയറാനുള്ള പ്ലാനിങ് ഇല്ല. നമ്മളിതുവഴി യാത്ര ചെയ്തുള്ള എക്സ്പീരിയൻസ് പോകാനിരുന്നു. ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാന്നുള്ളതാണ് നമ്മളെ പ്ലാന്. നേരെ കണ്ണറോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രസമായിരുന്നു. The beauty of Munnar, the beauty of Lakshmi Estate. ഇതാണ് ആനക്കുളത്തേക്കുള്ള വഴി. ഇതാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്, ആനക്കുളം. അറ്റ് ലാസ്റ്റ് നമ്മൾ ആനക്കുളം എത്തിയിട്ടുണ്ട് കേട്ടോ. ആനക്കുളം
ഇവിടെയാണ് മറ്റേ ടെലഗ്രാമിലൊക്കെ പറയണത് പോലെ നോവ എന്നും പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകളുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ വരണമായിരിക്കും. നോവ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് ഫോട്ടോ വരും 24 hours. ആ ഒരു സ്ഥലം ഇതാണ് കേട്ടോ. നമ്മളിത് ആനക്കുളത്തിന് ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മേലേക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറിയിട്ട് എന്താ വ്യൂ എന്നുള്ളത് നോക്കാതെ ഈ വെള്ളത്തിലാണ് ഈ ഒരു ആനക്കുളം. ഈ ഒരു സ്ഥലത്താണ് ആനകളെല്ലാം വന്നിട്ട് വെള്ളം കുടിക്കാറ്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് വെള്ളം കുടിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി കവർ ചെയ്തിട്ട് പോവുള്ളൂ കേട്ടോ. എന്തായാലും അടിപൊളി സ്പോട്ടായിട്ടുണ്ട് കേട്ടോ അത്. ഒന്ന് അങ്ങോട്ടേക്ക് കൈ ചേട്ടാ ഒരു വേണ്ടി നല്ല മനുഷ്യൻ. ചിലർ ചോദിക്കും എനിക്കൊന്ന് ഹോൺ അടിച്ചു വിടറാന്ന് ചോദിക്കും. ഹോൺ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 ഹോൺ അടിക്കണമെന്നും ചോദിക്കും ചിലർ. പലതരം മനുഷ്യന്മാർ. എന്തായാലും ഇപ്പം കണ്ടത് ഒരു പാവ മനുഷ്യൻ കേട്ടോ. ആള് ചിരിച്ചിട്ട് മോൻ പൊക്കോന്ന് പറഞ്ഞു. സാലിക്ക് നോക്കുക വണ്ടി. എൻ്റെ വണ്ടി ഓഫ് റോഡിൽ എന്താ അവൻ ചെയ്യണമെന്ന്. ചെക്കൻ്റെ വണ്ടിയാണ്, പൊന്നു പോലെ നോക്കണ വണ്ടിയാണ് അവൻ. ആ കാര്യത്തിൽ അവൻ അടിപൊളി കേട്ടോ. ഡെയിലി വണ്ടി വൃത്തിയാക്കും, തേച്ച് മിനുക്കി പുതിയ വണ്ടി പോലെ ഉണ്ടാവും. കഴിഞ്ഞൊന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസാനത്തെ എൻഡ് എന്ന് പറയാനുള്ളതെന്ന് തോന്നുന്നു. അല്ല അല്ലേ, അത്ര വലിയ ടഫൊന്നുമില്ല. കൂളായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതുള്ളൂ. പക്ഷേ വണ്ടിയൊക്കെ കയറ്റി നോക്കിയേ ഈ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ? അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അടിപൊളി. അപ്പം നമ്മൾ ഈ ഒരു ആനക്കുളം കണ്ടല്ലോ. ഇതോടുകൂടി ഇനി നമ്മൾ ഇവിടുന്ന് ആനക്കുളം എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തുനിന്ന് ആനയുടെ വീഡിയോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ടും കൂടിയും ബാക്കി വൈൻഡപ്പ് ചെയ്യുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടുന്ന് ആനക്കുളം, അവിടെ നേരെ നമ്മൾ അങ്കമാലി അങ്ങനെ പിടിച്ച് നേരെ തൃശ്ശൂർക്ക് പോകാനാട്ടോ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച റൗണ്ട് ട്രിപ്പ് എന്ന് ഉദ്ദേശിച്ചത്. ജസ്റ്റ് 1 day ട്രിപ്പ് പോലെയൊക്കെ പ്ലാൻ ചെയ്യാമെന്നുള്ളതുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആനകളെ കാണാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം.